ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ടോയോ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ 110 ബാറിന്റെ പ്രഷർ വാഷ്. 1400 വാട്ട്സ് ആണ്, 110 ബാറാണ് ഇതിന്റെ പ്രഷർ. ഇതൊരു വീൽ ഓപ്പറേറ്റഡ് ഇൻഡക്ഷൻ മോട്ടോർ ശ്രേണിയിൽ വരുന്ന ഒരു മെഷീനാണ്. ഞാൻ ഇതിന്റെ ജസ്റ്റ് പൊട്ടിച്ചതിന്റെ യൂസേജ് വീഡിയോസ് കാണിച്ചു തരാം. ഇതൊരു വീലാണ്. ഹോം ബോട്ടില് മാനുവൽ ബുക്ക്, ബാക്കിലത്തെ സെറ്റ് ചെയ്യാനുള്ള സാധനം, ഫിൽട്ടർ, അഡാപ്റ്റർ, അങ്ങനത്തെ ഐറ്റംസ്, ഹാൻഡില്, ഹോസ് 5 മീറ്റർ, റോട്ടോ നോസില്, ഹാൻജറ്റ് നോസില്, ഗണ്ണ്, മിഡ്ലാൻഡ്സ്. ഇതാണ് മെഷീൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ കണക്ഷൻ കാണിച്ചു തരാം. ജസ്റ്റ് ഫസ്റ്റ് ഹാൻഡിൽ ഇവിടെ ഒരു ഗ്രൂ ഉണ്ട്. കറക്റ്റായിട്ട് നോക്കിയിട്ട് ഈ ഗ്രൂവിൽ ടൈറ്റ് ചെയ്യുക. മാനുവൽ ബുക്കിനകത്ത് സ്ക്രൂസ് ഉണ്ട് ഇത് ടൈറ്റ് ചെയ്യാനുള്ള. മൊത്തം ഇതിനകത്ത് 2 വലിയ സ്ക്രൂവും 4 ചെറിയ സ്ക്രൂ വരുന്നത്. ഇതിൽ 2 വലിയ സ്ക്രൂ ആണ് നമുക്കിവിടെ പിടിപ്പിക്കേണ്ടത്. അപ്പോൾ ബാക്കി സ്ക്രൂ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ പാക്കറ്റിൽ വരുന്ന വലിയ സ്ക്രൂ 2 ഇവിടെ ഇത് ചെയ്യുക. ഇനിയുള്ളത് ഈ ആക്സസറീസ് വെക്കാനുള്ള ഹോൾഡറാണ്. അതിവിടെ വരും. മിച്ചമുള്ള 4 സ്ക്രൂസ് നമ്മളിവിടെ പിടിപ്പിക്കും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെയാണ് ഔട്ട്ലെറ്റ് ഓസ് കണക്ട് ചെയ്യുന്നത്, ഇവിടെ ഇൻലെറ്റ് ഓസ് കണക്ട് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ ഫ്രണ്ടിൽ നമ്മൾ ഈ ഓസ് കണക്ട് ചെയ്യുന്നു. ഇവിടെ ജസ്റ്റ് ഇൻസേർട്ട് ചെയ്താൽ മതി. ഊരാൻ വേണ്ടി ജസ്റ്റ് അകത്തോട്ട് പ്രസ് ചെയ്തിട്ട് വലിക്കുക. കണക്ട് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്, ജസ്റ്റ് കുത്തിയാൽ മാത്രം മതി. ഓക്കെ, ഇത് ലോക്കിലാണ് ഇരിക്കുന്നത്. ലോക്ക്. ഓക്കെ, ഇതിനകത്തൊരു ഹോൾഡർ വരുന്നുണ്ട്. ഹോൾഡർ ഇലക്ട്രിക് കണക്ഷൻ വരുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഹോൾഡർ വരുന്നത്. ഇത് വന്നിട്ട് ഇലക്ട്രിക് വയർ ഫിക്സ് ചെയ്യാനുള്ള കണക്ടറാണ്, ഹോൾഡ് ചെയ്യുന്ന ഹോൾഡറാണ്. ഒരു ഹോസ് കണക്ടറും ഒരു ഫിൽറ്ററും. ഫിൽറ്റർ നമ്മൾ മെഷീൻ്റെ ബാക്കിൽ ജസ്റ്റ്, ചിലപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ചിലപ്പം ചെറിയ പ്രോബ്ലം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഫസ്റ്റ് ഫിൽറ്റർ ഇവിടെ ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഫിൽറ്റർ പിടിപ്പിക്കുക. അപ്പം ഇത് ഒരു 1400 വാട്ട്സിന്റെ മെഷീനാണ്. അപ്പം നമുക്കൊരു സാധാരണ 50 ചെറിയ പ്ലഗ് പോയിന്റിൽ കൊടുത്താലും ഈ മെഷീൻ വർക്കാവും. എക്സ്റ്റൻഷൻ ബോർഡ് എടുക്കുകയാണെങ്കിൽ 1.5 mm 3/4 വയർ എടുക്കുക. അതല്ലെങ്കിൽ സാധാരണ ഇത് പവർ പ്ലഗിലാണ്. ഞങ്ങളുടെ ഔട്ട്സൈഡ് കണക്ഷൻ പവർ പ്ലഗിലാണ്. നോർമൽ പ്ലഗിൽ കണക്ട് ചെയ്താലും മതി. നിങ്ങളുടെ വീട്ടിൽ സാധാ ചെറിയ പ്ലഗ് ഉള്ളെങ്കിലും ഈ മെഷീൻ വർക്കാവും. ഞാനിപ്പോൾ ഓസ് എടുത്തു, 1/2 ഇഞ്ച് ഓസാണ് എടുത്തത്. അത് ഇതിനകത്തോട്ട് കറക്റ്റായിട്ട് കയറ്റുക. ടൈറ്റ് ചെയ്യുക. ജസ്റ്റ് കുത്തുന്നു. അപ്പോൾ ഈ ഓസിൽ ഇപ്പോൾ എയർ കാണും. എയർ പോകാൻ വേണ്ടി നമ്മൾ കുറച്ച് നേരം പ്രസ് ചെയ്ത് നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി എയർ പോയി കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം വരും. അതിനുശേഷം നിങ്ങൾ മെഷീൻ ഓൺ ചെയ്യുക. ഓക്കെ, ഇപ്പം പൈപ്പിൽ കൂടെ തന്നെ വെള്ളം വരുന്ന രീതിയിലാണ് വെള്ളം വരുന്നത്. ഈ ലാൻസ് പിടിപ്പിക്കുക. ലാൻസ് പിടിപ്പിക്കാൻ നിങ്ങൾ ഓർക്കേണ്ടത്, ചിലപ്പോൾ നിങ്ങൾ മെഷീൻ മേടിക്കുമ്പോൾ ഇതിങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ടൈറ്റ് ചെയ്ത് കയറ്റാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ചെയ്ത് മാക്സിമം ബാക്കിലോട്ടാക്കുക, ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലുള്ള ഏത് നോസിൽസിൽ ഒരു നോസിൽ എടുക്കുക. കുറയ്ക്കാനും പ്രഷർ കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്.
അത്യാവശ്യം സ്റ്റാൻഡേർഡ് പ്രഷർ ഉള്ളതാണ്. ഒരു വീട്ടിലോട്ടുള്ള പർപ്പസിന് ഈ മെഷീൻ്റെ ആവശ്യം വരുള്ളൂ. നിങ്ങൾക്ക് വണ്ടി വാഷ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, തറയിലെ പായ ഇളക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് വന്നിട്ട് റോട്ടോ നോസിലാണ്. തറയിലെ പായ ഇളക്കാൻ വേണ്ടി ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു നോസിലാണ് ഇത് വരുന്നത്. ഇതും അതുപോലെ തന്നെ ജസ്റ്റ് അകത്തോട്ട് പ്രസ് ചെയ്ത് ലെഫ്റ്റിലോട്ട് തിരിക്കുമ്പം ഇതുമായി. ഇത് കുറച്ചുകൂടെ പ്രഷർ കൂടുതലായിരിക്കും. നിങ്ങൾക്ക് ഇന്റർലോക്ക് ഇതിന്റെ 110 ബാർ എന്ന് പറയുന്നത് ഇതിന്റെ വർക്കിംഗ് പ്രഷർ ആണ് പറയുന്നത്. അതുകൊണ്ട് അത്യാവശ്യം സ്റ്റാൻഡേർഡ് പ്രഷർ തന്നെ ഇതിനകത്ത് കാണും. ഇപ്പം മാക്സിമം പ്രഷർ പറയുന്ന പോലെയല്ല. ഈ ടൊയോട്ട T110 എന്ന് പറയുന്നത് അവരുടെ വർക്കിംഗ് പ്രഷറാണ് അവർ പറയുന്നത്. അപ്പം നല്ല പ്രഷർ, അത്യാവശ്യം നമ്മുടെ വീട്ടിലെ എല്ലാ സ്റ്റാൻഡേർഡ് പർപ്പസിനും യൂസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം പ്രഷർ ഇതിൻ്റെ കൂടെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇത് ഷോർട്ട് ഗൺ ആക്കണമെങ്കിൽ ഷോർട്ട് ഗൺ ആക്കാനുള്ള നോസിൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് അഡീഷണൽ മേടിക്കേണ്ട. ഒരു 550 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വെച്ച് ഈ നോസിൽ ഊരി മാറ്റിയിട്ട് ഇവിടെ ചെറിയ നോസിൽ പിടിപ്പിച്ചിട്ട് നമുക്ക് വണ്ടി വാഷ് ചെയ്ത് നിങ്ങൾക്ക് ഷോർട്ട് ഗൺ ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ ആക്കാനുള്ള ഫെസിലിറ്റി കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓസ് നിങ്ങൾക്ക് 5 മീറ്ററാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഈ ഓസിന് ലെങ്ത് പോരാ, നിങ്ങൾക്ക് കുറച്ചും കൂടെ ലെങ്ത് കൂട്ടണമെങ്കിൽ വീണ്ടും 5 മീറ്റർ മേടിക്കാൻ കിട്ടുന്നുണ്ട്. 950 രൂപയാണ് അതിന് കോസ്റ്റ് വരുന്നത്. അപ്പോൾ അത് മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് 5-10 മീറ്റർ കുറച്ചും കൂടെ വൈഡായിട്ട് നിങ്ങൾക്ക് ഇത് കൊണ്ട് നടക്കാൻ പറ്റും. പിന്നെ വരുന്ന ഒരു ഫോം ബോട്ടിലാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. ഇതിനകത്ത് ഷാമ്പു ഒഴിക്കുക, അതുപോലെ തന്നെ വെള്ളം കൂടെ ഒഴിക്കുക, മിക്സ് ചെയ്യുക, എന്നിട്ട് പിടിപ്പിക്കുക, അടിക്കുക. അപ്പോൾ അത്യാവശ്യം ഷാമ്പു. ഇതിനകത്ത് തന്നെ സ്പ്രേയുടെ പ്രഷർ കൂട്ടാനും കുറയ്ക്കാനും ഉള്ള ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 3 രീതിയിലാണ് ഇത് വർക്കാവുന്നത്. ഇപ്പോൾ 3 നോസിൽസ് ഉണ്ട്. അത്യാവശ്യം സ്റ്റാൻഡേർഡ് പ്രഷറുള്ള ഒരു വീട്ടിലോട്ടുള്ള എല്ലാ പർപ്പസിനുള്ള മെഷീനാണ്. വീൽ ഓപ്പറേറ്റഡ് ആണ്. ഇപ്പം പോർട്ടബിൾ മെഷീൻസ് മേടിക്കുന്നത് ഇതുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ പോർട്ടബിൾ മെഷീൻ നമ്മൾ ഓരോ പ്രാവശ്യം കുനിഞ്ഞെടുത്ത് മൂവ് ചെയ്യേണ്ടി വരും. വീൽ ഓപ്പറേറ്റഡ് ആകുമ്പോൾ നമുക്ക് റോൾ ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് അത് 2 പർപ്പസിനായിട്ടാണ് അങ്ങനത്തെ മെഷീൻസ് വരുന്നത്. അപ്പം നിങ്ങളുടെ പർപ്പസിന് ഇത് ഓപ്റ്റ് ആണെങ്കിൽ മാത്രം നിങ്ങളിത് ചൂസ് ചെയ്യുക. ഇൻഡക്ഷൻ മോട്ടറുമാണ്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ഡൗട്ടോ കാര്യങ്ങളോ അതിൻ്റെ സ്പെയർ പാർട്സോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഇതല്ലെങ്കിൽ ഞങ്ങളുടെ www.globetools.in എന്ന് പറഞ്ഞ ഞങ്ങളുടെ വെബ്സൈറ്റിൽ മേടിക്കാം. അതല്ല പ്രഷർ വാഷറുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ വാട്സാപ്പ് വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.